ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. EVSലെ സെക്കൻഡ് യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്. അപ്പൊ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ്സുകൾ കണ്ടു കാണുമല്ലോ. നമ്മുടെ ഗ്രീൻ എർത്ത് എന്നുള്ള നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാം. EVS മാത്രമല്ല, നമ്മുടെ എല്ലാ സബ്ജക്റ്റും മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും മറക്കാതെ കാണുക. ഓൾ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. അപ്പൊ എന്താ നിങ്ങൾ ഇവിടെ ഈ പേജിൽ എന്താ കാണുന്നത്? എന്താ കുറേ അനിമൽസിനെ കാണുന്നുണ്ട് അല്ലെ? കുറേ അനിമൽസ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ അനിമൽസിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ എന്താണ് നമുക്കിത് വായിച്ചു നോക്കാം. Wow, all of you have come early today. Very good. Seeing her friends Mitra came out of her house. അപ്പോൾ ഈ കുട്ടിയുടെ പേരാണ് മിത്ര. ഇത് മിത്രയുടെ വീടാണ്. മിത്ര എന്ത് പറഞ്ഞിട്ടാ പുറത്തേക്ക് വരുന്ന? നിങ്ങൾ എല്ലാവരും വളരെ നേരത്തെ തന്നെ എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആരെയാണ് പറയുന്നത്? അവളുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഈ അനിമൽസിനോട് സംസാരിച്ചിട്ട് മിത്ര പുറത്തു വരികയാണ്. Children, you have seen the surroundings of Mitra's house. അപ്പൊ മിത്രയുടെ വീട്ടിലെ സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ ചുറ്റുപാട് നിങ്ങൾ കണ്ടില്ലേ? എന്താണ് ഇവിടേക്ക് ഉള്ളത്? കുറേ അനിമൽസ് ഉണ്ട് അല്ലെ? വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? എന്താ ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ജീവികളിലെയാണ് നമ്മൾ ക്രിയേച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ ചോദ്യം എന്താ? വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ ഏതെല്ലാം ജീവികളെയാണ് കാണുന്നത്? നമ്മളിവിടെ കുറച്ച് ക്രിയേച്ചേഴ്സ്, അതായത് ഈ പിക്ചറിൽ കാണുന്ന കുറച്ച് ക്രിയേച്ചേഴ്സിന്റെ പേര് എഴുതിയിട്ടുണ്ട്, കുറച്ച് ജീവികളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഡോഗ്, ഗോട്ട്, calf, hen and chicks, rooster, squirrel, woodpecker, parrot, butterfly, crow. ഇതൊക്കെ അറിയില്ലേ? മലയാളത്തിൽ എന്താന്ന് പറയാറില്ലേ? ഡോഗ് എന്ന് വെച്ചാൽ നായ, ഗോട്ട് ആട്, കാഫ് പശുക്കുട്ടി, പശുവിന്റെ കുട്ടിയെ പറയുന്നത് നമ്മൾ കാഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. hen and chicks എന്ന് പറഞ്ഞാൽ hen എന്ന് വെച്ചാൽ നമ്മുടെ പിടക്കോഴിയും അതുപോലെ കുഞ്ഞുങ്ങളും അല്ലെ, കോഴിക്കുട്ടികളും, അതിനാണ് ചിക്സ് എന്ന് പറയുന്നത്. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻകോഴി. സ്ക്യൂരൽ അണ്ണാൻ, വുഡ്പെക്കർ എന്ന് പറഞ്ഞാൽ മരംകൊത്തി, പിന്നെ പാരറ്റ് നമ്മുടെ തത്തമ്മയുണ്ട്, ബട്ടർഫ്ലൈയും ക്രോയും ഉണ്ട്. ബട്ടർഫ്ലൈ പൂമ്പാറ്റ, ക്രോ കാക്ക. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുന്ന സമയത്ത് വേറെ കുറെ ക്രിയേച്ചേഴ്സിനെ കാണാൻ കഴിയും. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക? ഇവിടെ ആഡ് ഓൺ ചെയ്യുക, എഴുതി ചേർക്കുക. Among these, which creatures do Mitra's raise? അപ്പൊ ഇതിൽ ഏതെല്ലാം ജീവികളെയായിരിക്കും മിത്ര വളർത്തുന്നത്? ഏതൊക്കെ ജീവികളെയായിരിക്കും? Which creatures do humans raise as pet? ഇതിൽ ഏതെല്ലാം ജീവികളെയാണ് മനുഷ്യരെ പെറ്റ്സ് ആയിട്ട് വളർത്തുന്നത്? പെറ്റ്സ് എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ, വീട്ടിൽ വളർത്തുന്നത് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങൾ അല്ലേ? അപ്പൊ നമ്മൾ ഡോഗും ക്യാറ്റൊക്കെ പോലെ ഏതൊക്കെ പെറ്റ്സിനെയാണ്, ഇതിൽ ഏതെല്ലാം പെറ്റ്സിനെയാണ്, ഏതെല്ലാം ക്രിയേച്ചേഴ്സിനെയാണ് പെറ്റ്സ് ആയിട്ട് വളർത്താറുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. Why do we raise animals? നമ്മൾ എന്തിനാണ് മൃഗങ്ങളെ, മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ബോത്ത് അനിമൽസ്, നമ്മുടെ അനിമൽസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ബേർഡ്സ് ആൻഡ് അതുപോലെ മൃഗങ്ങളെയും പക്ഷികളെയും പെടും. ഓക്കെ, അനിമൽസ് ഇവിടെ പറയുന്നത് നമ്മുടെ മൃഗങ്ങളെ കുറിച്ച് മാത്രമല്ല, ബേർഡ്സും കൂടി ചേർത്ത് പറയുകയാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ അനിമൽസിനെ വളർത്തുന്നത്, എന്തിനൊക്കെ വേണ്ടിയാണ് എന്നാണ് ചോദ്യം. അപ്പൊ എന്തിനാ വേണ്ടി രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് അല്ലെ? ഫോർ ഫുഡ്, ഫോർ സെക്യൂരിറ്റി. ഫോർ ഫുഡ് എന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ടിയിട്ട്. ഫോർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സുരക്ഷയ്ക്ക് വേണ്ടി. ഫോർ എക്സാമ്പിൾ ഡോഗിനെയൊക്കെ വളർത്തുന്ന പോലെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്തിനൊക്കെ വേണ്ടി നമ്മൾ വളർത്തും? ഫോർ എന്റർടൈൻമെന്റ് അല്ലെ, ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തും. പിന്നെ നമ്മൾ വളർത്തുന്നത് ഫോർ ഇൻകം, വരുമാനത്തിന് വേണ്ടിയിട്ടും അനിമൽസിനെ വളർത്താറുണ്ട്. ഹൗ ഡു ദി ഗിവൻ ഡൊമസ്റ്റിക് അനിമൽസ് ബെനിഫിറ്റ് അസ്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡൊമസ്റ്റിക് അനിമൽസിനെ കുറിച്ചാണ്. ആരാണ് ഡൊമസ്റ്റിക് അനിമൽസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡൊമസ്റ്റിക് അനിമൽസ് എന്നുള്ള വേർഡ്? നമ്മള് ഡൊമസ്റ്റിക് അനിമൽസും വൈൽഡ് അനിമൽസും, വീട്ടിൽ വളർത്താൻ കഴിയുന്ന മൃഗങ്ങളെ, എല്ലാ ജീവജാലങ്ങളെയും അല്ലെങ്കിൽ എല്ലാ അനിമൽസിനെയും നമുക്ക് വീട്ടിൽ വളർത്താൻ കഴിയുമോ? ഫോർ എക്സാമ്പിൾ ഒരു കരടിയെ അല്ലെങ്കിൽ മാന്, ഇതൊന്നും നമുക്ക് എന്താ, ഡിയർ, ബിയർ, ഇതൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ വളർത്താൻ പറ്റില്ല അല്ലെ? അപ്പൊ അത്തരം അനിമൽസ് നമ്മൾ എന്ത് പറയും? വൈൽഡ് അനിമൽസ്. അത് കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ്, അത് വൈൽഡ് അനിമൽസ്. വീട്ടിൽ വളർത്താൻ കഴിയുന്ന അനിമൽസിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുക. അപ്പൊ ഈ ഡൊമസ്റ്റിക് അനിമൽസ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന വഴി നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ്, ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രയോജനങ്ങൾ, എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമുക്കുള്ളത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Complete the table by adding the benefits of domestic animals. അപ്പോൾ ഡൊമസ്റ്റിക് അനിമൽസിന്റെ ബെനിഫിറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ അനിമൽസ് അവിടെ തന്നിരിക്കുന്ന ഒരു ടേബിൾ, രണ്ട് കോളം ആയിട്ടുണ്ട്. അനിമൽസും അതുപോലെ ബെനിഫിറ്റ്സ് എഴുതാനുള്ള കോളമാണ്. അനിമൽസിന്റെ കോളത്തിൽ നമ്മൾ എഴുതുന്ന അനിമൽസിന്റെ പേര് എഴുതണം. ഇവിടെ ഗോട്ടും ഹെന്നും ആണ് തന്നിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും അറിയാലോ, ഗോട്ട് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ? ആട്.
ഹെൻ എന്ന് വെച്ചാൽ കോഴി അല്ലേ, നമ്മൾ കോഴീനെയാണ് മൊത്തത്തിൽ ഹെൻ എന്ന് പറയുന്നത്, അതായത് പിടക്കോഴീനെ പറയുകയാണ്. അപ്പൊ നമുക്ക് ഗോട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക, നമ്മൾ ആടിനെ വളർത്തുന്ന വഴി നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത്? പ്രധാനമായിട്ടും പാല് കിട്ടും അല്ലെ, ആടിന്റെ പാല് പിന്നെന്താണ് അതിന്റെ മീറ്റ്, ഇറച്ചി അല്ലെ. ഇപ്പൊ ഫോർ മിൽക്കിന് വേണ്ടിയിട്ടും അതുപോലെ എന്താ നമ്മുടെ ഫ്ലഷ് അല്ലെങ്കിൽ മീറ്റ് എന്നൊക്കെ പറയും, മാംസം. ഓക്കെ, അതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യും, ഗോട്ടിനെ വളർത്തും. പിന്നെ ഹെൻ എന്ന് വെച്ചാൽ കോഴിന്റെ മുട്ടയ്ക്ക് വേണ്ടി കോഴിനെ വളർത്താറില്ലേ. അപ്പൊ ഫോർ എഗ്ഗിന് വേണ്ടിയിട്ടും ഫ്ലഷിന് വേണ്ടി അതിന്റെ മാംസത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന 2 അനിമൽസ് ഡോഗും കൗ ആണ്. ഡോഗിന് എന്തിനു വേണ്ടി നമ്മൾ വളർത്തുന്നു? ഫോർ സെക്യൂരിറ്റി അല്ലെ, മെയിൻ ആയിട്ട് വീടിന്റെ കാവലിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡോഗിനെ വളർത്തും. പിന്നെ ഫോർ ഇൻകത്തിന് വേണ്ടിയിട്ടും ഡോഗ്സിനെ വളർത്താറുണ്ട്, എന്നിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വളർത്തുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ. അപ്പൊ അതും ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ കൗ ആണെങ്കിലും അതേപോലെ തന്നെ ഫോർ മിൽക്ക്, ഡക്ക് ഫോർ എഗ് ആൻഡ് മീറ്റ്, റാബിറ്റ് ഫോർ മീറ്റ്, റാബിറ്റ് എന്ന് വെച്ചാൽ മുയൽ, ഫോർ മീറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ ടേബിൾ എഴുതിയപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനിമൽസിനെ വളർത്തുന്നത് അനിമൽസിനെ വളർത്തുന്ന ആൾക്കാർ എല്ലാവരും ഒരേ പർപ്പസിന് വേണ്ടിയിട്ടാണോ, ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണോ എല്ലാവരും അനിമൽസിനെ വളർത്തുന്നത്? അല്ല. പലരും പല വേരിയസ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി, പല പ്രയോജനങ്ങൾക്ക് വേണ്ടി, പല ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനിമൽസിനെ വളർത്തുന്നത് അല്ലെ. നമ്മൾ ഹെന്നെ വളർത്തുന്നതാണെങ്കിൽ എഗ്ഗിന് വേണ്ടിയിട്ടായിരിക്കും, അത് ചില ഫുഡിന് വേണ്ടിയിട്ട് അല്ലെ. എഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡല്ലേ, അപ്പൊ ഫുഡ് ഐറ്റം. അപ്പൊ വി റേസ് അനിമൽസ് ഫോർ വേരിയസ് പർപ്പസ്, പല പർപ്പസിന് വേണ്ടിയിട്ട് അനിമൽസിനെ വളർത്തുന്നു. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം അനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. നമുക്കറിയാലോ മിൽക്കും എഗ്ഗും മീറ്റും അല്ലെ, പാലും മുട്ടയും മാംസവും എല്ലാം തന്നെ അനിമൽസിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അതെല്ലാം നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ചില അനിമൽസ് നമ്മൾ വളർത്തുന്നത് ജസ്റ്റ് നമ്മൾ ഒരു പ്ലഷറിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഒരു വിനോദത്തിന് വേണ്ടിയിട്ടൊക്കെ വളർത്തുന്നതുണ്ട്. ലൈക്ക് എന്താ നമ്മൾ പറഞ്ഞത്, ചില അനിമൽസിനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാറ്റിനെ വളർത്തുന്നു, അതുവഴി മെയിനായിട്ട് പ്ലഷറിന് വേണ്ടി വളർത്തുന്നതായിരിക്കാം കാറ്റിനെയൊക്കെ. അപ്പൊ അതേപോലെ വേറെ അനിമൽസ് ഉണ്ട്, അപ്പൊ അതെന്തിനാണ്, പ്ലഷറിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എല്ലാവരും ഒരേ പർപ്പസിന് വേണ്ടിയിട്ടല്ല അനിമൽസിനെ വളർത്തുന്നത്. വി കീപ് സം അതർ അനിമൽസ് ഫോർ പ്ലഷർ. ഓക്കെ, നെക്സ്റ്റ് മെനി ക്രിയേച്ചേഴ്സ്. ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലെ. നമുക്കറിയുന്ന ഈ പക്ഷികളും മൃഗങ്ങളും എന്നതിലുപരി ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. ഹൗ മെനി ക്രിയേച്ചേഴ്സ് കുഡ് യു ഐഡന്റിഫൈ ഫ്രം ദ പിക്ചേഴ്സ്, റൈറ്റ് ഡൗൺ ദെയർ നെയിം. ഇവിടെ 8 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തിട്ട് പേര് എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ജീവികളെ ഏകദേശം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതായിരിക്കാം. ഫസ്റ്റത്തെ പിക്ചറിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ബിൽഡിംഗ്, നമ്മുടെ സ്കൂളിൽ ഉണ്ടാവാം. ഇതൊക്കെ നമ്മുടെ സാധാരണ കാണുന്ന ഒരു ക്രിയേച്ചർ ആണ്. പല്ലി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക, ഇംഗ്ലീഷിൽ നമ്മൾ ലിസാർഡ് എന്നാണ് പറയുക. അടുത്ത ആളെയും ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവാം, ഈ മഴക്കാലങ്ങളിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഒച്ച് എന്നാണ് പറയുക. മലയാളത്തിൽ ഇംഗ്ലീഷിൽ സ്നെയിൽ എന്ന് പറയും. എന്താണ് അടുത്ത ജീവിനെ, നമ്മൾ അടുത്ത ക്രിയേച്ചറിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഉറുമ്പിനെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? വളരെ സാധാരണമായി കാണുന്ന ഒരു സാധനമാണ് ആൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഉറുമ്പ്. പിന്നെ നെക്സ്റ്റ് ഒരു ബേർഡ് ആണ്. നിങ്ങൾ നമ്മുടെ ഈ ബേർഡ് മലയാളത്തിലെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ചെമ്പോത്ത് എന്ന് പറയും. ഇതിന് ക്രോഫെസന്റ് എന്നാണ് പറയാറുള്ളത്, ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ ചെമ്പോത്ത് എന്ന് പറയും, ചെമ്പോത്ത്. അടുത്തത് സെന്റിപ്പേഡ്. നെക്സ്റ്റ് ബാറ്റ് വവ്വാലാണ്. മംഗൂസ്, അതുപോലെ മില്ലിപ്പേഡ്. ഓക്കെ, മംഗൂസ് കീരിയാണ് കേട്ടോ, കീരിയാണ്. അപ്പോൾ നമ്മുടെ എന്താണ് ഇതിലുള്ള പിക്ചേഴ്സിൽ കാണുന്ന എല്ലാത്തിനും ഏകദേശം കണ്ടതായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് പേരുകളാണ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയാന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ അവസാനത്തെ പിക്ചറിൽ നോക്കിക്കുക, അവസാനത്തെ ചിത്രത്തിൽ ഉള്ള ആളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം അല്ലെ. നമ്മൾ സാധാരണ ഒക്കെ കാണുന്ന ഒരു ക്രിയേച്ചർ ആണ്. നമ്മൾ ചില ഭാഗങ്ങളിൽ ഇതിലെ മലയാളത്തിൽ തേരട്ട അല്ലെങ്കിൽ ചേരട്ട ഇങ്ങനെയൊക്കെ പറയും. അതിന് ഒരുപാട് വേറെ പേരുകളുണ്ട് മലയാളത്തിൽ. മില്ലിപ്പേഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. നെക്സ്റ്റ്, ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ട്സ്. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതിയ ഈ ജീവികളൊക്കെ തന്നെ സാധാരണ നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ കാണുന്ന ജീവികളാണ്. അതർ ഇനി ഡൊമസ്റ്റിക് അനിമൽസ് എമംഗ് ദീസ്. ഈ നമ്മളിപ്പോൾ എഴുതിയതിൽ ഏതെങ്കിലും ഡൊമസ്റ്റിക് അനിമൽസ് ഉണ്ടോ? അതായത് ഈ 8 പിക്ചറിലെ കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഡൊമസ്റ്റിക് അനിമൽസ് ഉണ്ടോ? ഇല്ല അല്ലെ. ഫൈൻഡ് ഔട്ട് മോർ ക്രിയേച്ചേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ എൻവിറോൺമെന്റൽ സയൻസ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ക്രിയേച്ചേഴ്സ്, നമുക്ക് ഈ പറയുന്ന നമുക്ക് അനിമൽസിന്റെ, അതായത് മൃഗങ്ങളിലെയും പക്ഷികളിലെയും നമുക്ക് ധാരാളമായി നമുക്ക് അറിയുന്നതാണ്. അതിലുപരി ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ജീവിക്കുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ
എൻവിറോൺമെന്റൽ സയൻസ് സ്റ്റൈലിൽ എഴുതാനാണ് പറയുന്നത്. ആൻഡ് അത് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക? ഹൗ മെനി ക്രിയേച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്, ഹൗ മെനി ഡിഡ് യുവർ ഫ്രണ്ട്സ് ഫൈൻഡ്, നിങ്ങൾ എത്ര ക്രിയേച്ചേഴ്സ് ഇങ്ങനെ കണ്ടെത്തി, അവരുടെ പേരുകൾ കണ്ടെത്തി, നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര ജീവികളുടെ പേരുകളാണ് കണ്ടെത്തിയെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫൈൻഡ് ചെയ്ത് നിങ്ങൾ എത്ര പുതിയ ജീവികളുടെ പേരുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഇവിടെ ചോദ്യം. ടിനി വൺസ് ആൻഡ് ജെൻസ്, Mitra and friends are playing a game. They say the name of creatures. Who will find the most number of creatures? It became a contest. Grasshopper, firefly, chameleon, beetle, cow. They did not forget to draw the pictures of the creatures. അപ്പോൾ ഇവിടെ അനിമൽസിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു കളിയാണ്. നമ്മുടെ മിത്രയും കൂട്ടുകാരും കൂടെ കളിക്കുകയാണ്. അപ്പോൾ അവർ പേര് ഐഡന്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ ആ ഐഡന്റിഫൈ ചെയ്ത അനിമലിന്റെ പിക്ചർ കൂടെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ മിത്ര വരച്ച ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. Did you see the pictures of the creatures that Mitra drew? Shall we play the game? അപ്പോൾ നമുക്കും കൂടെ ആ ഗെയിം കളിച്ചു നോക്കിയാലോ? എങ്ങനെ കളിക്കാനാണ് ഇവിടെ പറയുന്നത്? ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് കളിക്കേണ്ട ഒരു ഗെയിമാണ്. Present the sound or movement of a few creatures without naming them. Let your friends identify the creature. നമ്മൾ എന്താ ലൈക്ക് നമ്മുടെ സിനിമ പേര്, പാട്ടൊക്കെ നമ്മൾ ആക്ഷൻസ് കാണിച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഗെയിം ഇല്ലേ? അതേപോലെ തന്നെ അനിമൽസിന്റെയും സൗണ്ടോ അല്ലെങ്കിൽ അനിമൽസിന്റെ ബോഡി മൂവ്മെന്റ് അതൊക്കെ നമ്മൾ ആക്ഷൻസിലൂടെ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആ കൂട്ടുകാർക്ക് ആ പേര് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ഗെയിം ആയിട്ട് കളിക്കാനാണ് പറയുന്നത്. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് ദ നെയിംസ് ഓഫ് ദ ക്രിയേച്ചർ ദാറ്റ് യു ഫൗണ്ട്, ഡ്രോ ആൻഡ് കളർ ദം. അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയ ക്രിയേച്ചേഴ്സിന്റെ പേരുകൾ ഉൾപ്പെടുന്ന ഒരു ടേബിൾ ഉണ്ടാക്കുക. അതേപോലെ ആ ക്രിയേച്ചേഴ്സിന്റെ ചിത്രം വരച്ച് കളർ കൊടുക്കുക. ഇവിടെ കണ്ടു നമ്മൾ ഈ ടേബിൾ ഈ കോളത്തിൽ നോക്കിക്കേ. ലെറ്റ്സ് ഡ്രോ ആൽഫബറ്റ് ഫിഗേഴ്സ്. നമുക്ക് ആൽഫബറ്റ്സ് ഒക്കെ ABCDയിലെ ആൽഫബറ്റ്സ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് അത് വെച്ചിട്ട് ആനിമൽസിന്റെ പിക്ചേഴ്സ് ഡ്രോ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കില്ല. ഇത് ആൽഫബറ്റ്സ് ഒക്കെ എഴുതിയിട്ട് ഇതുപോലെയുള്ള ആനിമൽസിനെയൊക്കെ വരയ്ക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ കുറേ പിക്ചേഴ്സ് കൂടെ വരച്ച് നോക്കുക. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് അനിമൽ ഇൻ യുവർ ലിസ്റ്റ്, ദ ലാർജസ്റ്റ്. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ അനിമൽസ് ഇൻ യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദെയർ സൈസ്. ഹാവ് യു നോട്ടീസ് ദ ടിനി ക്രിയേച്ചർ ഇൻ യുവർ സറൗണ്ടിങ്സ്. അപ്പം നിങ്ങളിപ്പോൾ കുറേ ക്രിയേച്ചേഴ്സിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയ ക്രിയേച്ചേഴ്സിൽ ഏത് ജീവിയാണ് ഏറ്റവും ചെറുത്, അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എഴുതിയ ആ ക്രിയേച്ചേഴ്സിനെ അതിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ആൻഡ് ഹാവ് യു നോട്ടീസ് ദ ടിനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്താണ്? വളരെ ചെറിയ ക്രിയേച്ചേഴ്സ് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടല്ലേ? ഒരുപാട് നമ്മൾ ചുറ്റിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ചെടികളിലാവാം, മണ്ണിലാവാം, നമുക്ക് ഒരുപാട് എന്തുണ്ടാവും? വളരെ ചെറിയ ജീവികൾ ഉണ്ടാവും. ഇവിടെ എഴുതിയിരിക്കുന്ന ലൈസ്, വളരെ ടിനി ക്രിയേച്ചേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ലൈസ്, ഫ്ലീ, മോസ്കിറ്റോ, റൈസ് ഇയർ ഹെഡ് ബഗ് എന്താണ്. അപ്പൊ ഇതൊക്കെ വളരെ ചെറിയ ജീവികളാണ്. ലൈസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ പേൻ എന്ന് പറയും. ഫ്ലീ പറഞ്ഞാൽ ചെള്ള്. മോസ്കിറ്റോ എല്ലാവർക്കും അറിയാലോ, കൊതുക് അല്ലെ? അപ്പൊ അതുപോലെ എന്താണ് റൈസ് ഇയർ ഹെഡ് ബഗ്, ചാഴി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വളരെ ചെറിയ ജീവികൾ നമ്മുടെ മണ്ണിൽ ഉണ്ടാവും, നമുക്ക് ചുറ്റുപാടും തന്നെ കാണാൻ കഴിയും. ആൻഡ് ഹാവന്റ് യു സീൻ മെനി ടിനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ്? വിച്ച് ആർ they all of the same size? Let us observe them together. Please use the hand lens for your observation. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലെ സറൗണ്ടിങ്സിലും ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വളരെ ചെറിയ ടിനി ക്രിയേച്ചേഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞോ? അതിന്റെ എല്ലാത്തിനും സൈസ് ഒരുപോലെയാണോ എന്നാണ് ചോദ്യം. ഒരിക്കലും അല്ല അല്ലെ, സൈസ് ഒരുപോലെ അല്ല, നോ ആണ്. നോ സൈസ് സെയിം ആണോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആദ്യം all of the same size? No. Let us observe them together. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാനാണ് പറഞ്ഞത്? വളരെ ടിനി ക്രിയേച്ചേഴ്സിന്റെ പ്രത്യേകത എന്താ? അത് വളരെ ചെറുതായിരിക്കില്ലേ, നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല. അപ്പൊ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഇതുണ്ട് ഈ കുട്ടിന്റെ കയ്യിൽ കാണുന്നുണ്ടോ? ഇത് തന്നെയാണ് ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത്. ആൻഡ് where shall we observe? അപ്പൊ എവിടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ പോലെ ടിനി ക്രിയേച്ചേഴ്സിന് വേണ്ടി തരാൻ പറ്റും, അതായത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? മണ്ണിൽ, ഇൻ ദ സോയിൽ, പിന്നെ ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ, പിന്നെ ചെടികളിലെ ഇലകളിൽ, ഓൺ ലീവ്സ്, ഇൻ ഫ്രൂട്ട്സിൽ, ഓൺ ദ ഗ്രാസ്, പുല്ലുകളിൽ. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ ടിനി ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട് ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഒരുപാട് ടിനി ക്രിയേച്ചേഴ്സിനെ, വളരെ ചെറിയ ജീവികളെ കണ്ടെത്തി കാണുമല്ലോ, അതെല്ലാം നിങ്ങളുടെ എൻവയോൺമെന്റൽ സയൻസ് ഡയറിയിൽ എഴുതുക. അടുത്തത് ഫിംഗർ ഡ്രോയിങ് ആണ്. എല്ലാവർക്കും അറിയാമല്ലോ ഫിംഗർ ഡ്രോയിങ്സ് ഒക്കെ അല്ലേ? എന്താണ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എന്ത് ചെയ്യുക? നമ്മുടെ ഫിംഗറിൽ, നമ്മുടെ വിരലിൽ കളേഴ്സ് ആക്കിയിട്ട് മഷിയല്ല എന്തെങ്കിലും പെയിന്റ്സ് എന്തെങ്കിലും കളറുകളാക്കിയിട്ട് നമ്മൾ പേജിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിംഗറിന്റെ ഒരു പ്രിന്റ് വരും അല്ലേ? അതായത് നമ്മുടെ ഇതുപോലെ ഒരു പ്രിന്റ് വരും നമ്മുടെ വിരൽ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് അതിൽ ഇതുപോലെ പിക്ചേഴ്സ് ഡ്രോ ചെയ്യുന്നതാണ് ഫിംഗർ ഡ്രോയിങ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ദേ ആർ ഡ്രോൺ ബൈ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ഇങ്ക് ആൻഡ് ഇംപ്രിന്റിംഗ് ദ സെയിം ഓൺ പേപ്പർ. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ എന്താണ്? ഫിംഗർ ഡ്രോയിങ്സ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഫിംഗർ ഡ്രോയിങ്സ് വരച്ചു നോക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിംഗർ ഡ്രോയിങ്സ് ഒക്കെ വരച്ചു നോക്കുക. നെക്സ്റ്റ് വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് ആണ്
വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. ഐഡന്റിഫൈ ദ അനിമൽസ് ബൈ ഒബ്സർവ് ദ ബോഡി പാർട്സ് ഇൻ ദ പിക്ചർ. അപ്പൊ ഇവിടെ 4 അനിമൽസിന്റെ ഫുൾ ആയിട്ടുള്ള ചിത്രം തന്നിട്ടില്ല അല്ലെ, ഫുൾ ഇമേജ് അല്ല തന്നിരിക്കുന്നത്. അതിന്റെ ഓരോ അനിമൽസിന്റെയും ബോഡി പാർട്സിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് ഏത് അനിമൽ ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. പറ്റുന്നില്ലേ? ഇവിടെ നമ്മൾ ഫസ്റ്റ് പിക്ചർ നോക്കാം. ഈ ഭാഗം ഇതൊരു കാലിന്റെ ഭാഗമാണ് അല്ലെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഏത് അനിമൽ ആണെന്ന്? നമ്മുടെ എലിഫന്റ് ആണിത്, എലിഫന്റ്. നെക്സ്റ്റ് പിക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഈ ഒരു ബേർഡ് ആണ്. ഈ ബേർഡ് എല്ലാവർക്കും അറിയുന്ന ഒരു ബേർഡ് ആണല്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഡാൻസിങ് ബേർഡ് നമ്മൾ പറയുന്ന ബേർഡ് ഏതാ? പീകോക്ക്. അടുത്തത് സീബ്ര. ഈ ഒരു സ്ട്രൈപ്പ് പറഞ്ഞാൽ ഈ വരകൾ, ദേഹത്തിൽ ഈ വരകൾ കണ്ടില്ലേ, ഈ വരകൾ നമ്മൾ സ്ട്രൈപ്പ് എന്നാണ് ഇംഗ്ലീഷ് പറയുക. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇത് നിങ്ങൾ ഇത് പഠിച്ചൊരു അനിമൽ തന്നെയായിരിക്കും. സീബ്ര എന്നാണ് പറയുക. അടുത്തത് ഹെൻ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഹെൻ ആണോ ഡക്ക് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. പക്ഷെ ഡക്കിന്റെ കാലുകൾ ഇങ്ങനെ ആയിരിക്കില്ല, അതായത് ഈ ഭാഗം ഇങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഇത് ഹെൻ ആണ്. ഓക്കെ. ആൻഡ് ഹൗ ഡു ദിസ് അനിമൽ ഡിഫർ? അപ്പൊ അനിമൽസ് എങ്ങനെയൊക്കെയാണ് ഡിഫർ ആവുന്നത്, വ്യത്യസ്തമാവുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കളറിന്റെ അടിസ്ഥാനത്തിൽ. എല്ലാ അനിമൽസിനും ഒരേ കളർ ആയിരിക്കും. അതായത് ഇപ്പൊ എലിഫന്റ്സിന് എല്ലാം ബ്ലാക്ക് കളർ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. അനിമൽസ് എന്ന് വെച്ചാൽ എലിഫന്റ്, അതുപോലെ ഇപ്പൊ സീബ്ര, പീകോക്ക്, ബിയർ, ഡിയർ, റാബിറ്റ്, അങ്ങനെ പല പല ഒരുപാട് അനിമൽസ് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ അനിമൽസിനും കളർ സെയിം ആയിരിക്കും, ഒരേ കളറാണോ? അല്ല, കളർ ഡിഫറെന്റ് ആണ്. പിന്നെ അതിന്റെ ദേഹത്ത് ഉണ്ടാവുന്ന സ്പോട്സ് ഡിഫറെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നെയിൽസ്, ഷേപ്പ്, സ്ട്രൈപ്സ്, ഹോൺസ്, ഇതെല്ലാം തന്നെ വ്യത്യസ്തമാണ് അല്ലെ. ഹോൺസ് എന്ന് വെച്ചാൽ കൊമ്പുകൾ. ഇപ്പൊ കൊമ്പുകളുള്ള ജീവികളുടെ എല്ലാ കൊമ്പുകളും ഒരേപോലെയാണ് ഉള്ളത്? അല്ല, വ്യത്യസ്തമായിരിക്കും അല്ലെ. ആൻഡ് ആർ ദ ക്രിയേച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ഒബ്സർവിംഗ് ദിയർ കളർ. കളറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും അല്ലെ. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ ഐഡന്റിഫൈ ബൈ ലുക്കിംഗ് അറ്റ് ദിയർ ഹോൺസ്. അപ്പൊ നമ്മുടെ കൊമ്പുകളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ജീവികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? മെയിൻ ആയിട്ട് എലിഫന്റ് അല്ലെ. എലിഫന്റ് നമുക്ക് കൊമ്പിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഏതൊക്കെ ജീവികളെ ഹോൺസിന്റെ കൊമ്പുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ പറ്റും? ഹൗ അബൌട്ട് സ്പോർട്സ്? സ്പോർട്സ് എന്ന് വെച്ചാൽ ജിറാഫിന്റെ ഒക്കെ ശരീരത്തിൽ കാണില്ല ഒരു ഡിസൈൻ ഉണ്ടാവും അല്ലെ, വട്ടത്തിലുള്ള ഒരു ഡിസൈൻ, അത് നമ്മൾ സ്പോർട്സ് എന്നാണ് പറയാ. അപ്പൊ അങ്ങനെയുള്ള ജീവികളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ജീവികൾ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. എവറി ക്രിയേച്ചേഴ്സ് ഇസ് ഡിഫറെന്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്സ്, സ്ട്രൈപ്സ് എക്സെട്ര. അപ്പൊ എല്ലാ ജീവികളും എല്ലാ ക്രിയേച്ചേഴ്സും അതിന്റെ ഷേപ്പിന്റെയും സൈസിന്റെ, കളർ, ഹോൺസ്, നെയിൽ, സ്പോട്സ്, സ്ട്രൈപ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമാണ്. നെക്സ്റ്റ് പേജ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ച അനിമൽസ് എല്ലാം കൂടുതലും എവിടെയുള്ളതാണ്? ലാൻഡിൽ ഉണ്ടായിരുന്ന ജീവികളെ കുറിച്ചാണ്, കരയിലുള്ള ജീവികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കടലിലുള്ള ജീവികളെ കുറിച്ചാണ്, സീ ക്രിയേച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. സീ ക്രിയേച്ചേഴ്സ്, കടലിലെ ജീവികൾ. അപ്പൊ നമുക്ക് കടലിലെ ജീവികൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് അറിയുന്ന കാര്യം എന്താ? ഫിഷസ് അല്ലെ. പലതരത്തിലുള്ള മീനുകൾ കടലിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിലുപരി വേറെ എന്തെല്ലാം തരത്തിലുള്ള ജീവികളാണ് കടലിൽ ഉള്ളത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. We know that there are many kinds of fishes in the sea. അല്ലെ, കടലിൽ ഒരുപാട് തരത്തിലുള്ള മീനുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. Sea is habitat not only to fishes but also to many other creatures. കടൽ എന്ന് പറയുന്നത് ഫിഷസിന്റെ മാത്രം ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ആവാസ സ്ഥലമല്ല. ഫിഷസ് മാത്രമുള്ള ഒരു സ്ഥലമാണോ കടല്? അല്ല. നമ്മുടെ കടലിൽ ഒരുപാട് തരത്തിലുള്ള മറ്റു ജീവികളും ഉണ്ട്. There are more creatures in the sea than on land. അതായത് കരയിലുള്ള ജീവികളെക്കാൾ കൂടുതൽ എവിടെയാണുള്ളത്? കടലിലാണ്. കരയിലുള്ളതിനേക്കാളും കൂടുതൽ ജീവികൾ കടലിലുണ്ട്. Which sea animals do you know? Discuss with your friends and write them. See the pictures of some of the sea creatures. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ sea animalsനെ അറിയാം എന്നാണ് ചോദ്യം. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയുന്ന സീ ക്രിയേച്ചേഴ്സ്, സീ അനിമൽസിന്റെ പേര് എഴുതുക. ഇനി നമുക്ക് പഠിക്കാനുള്ള നമുക്കിവിടെ കുറച്ച് സീ ക്രിയേച്ചേഴ്സിന്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഇതാണ് സീ ഹോഴ്സ്. സീ ഹോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടൽ കുതിര എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുക. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ തലയുടെ ഭാഗം ഒരു കുതിരയുടെ ആകൃതിയായിരിക്കും ഉണ്ടാവുക. കടൽ കുതിര എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇതൊരു സീ ക്രിയേച്ചർ ആണ്, ഒരു കടലിൽ കാണുന്ന ഒരു ജീവിയാണ്. അടുത്തത് സീ ഹെഡ്ജ് ഹോഗ്. സീ ഹെഡ്ജ് ഹോഗ് എന്ന് പറയുന്നത് കടൽ മുള്ളൻ പന്നി എന്നാണ് പറയുന്നത്. ഇതിന്റെ ശരീരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുള്ളുണ്ടാവും. അതുപോലെ ഇതിന്റെ ബലൂൺ പോലെ ഇതിന്റെ ശരീരം വീർപ്പിക്കാനും കഴിയും. അതായത് സീ ഹെഡ്ജ് ഹോഗ് എന്ന് പറയുന്നത് കടൽ മുള്ളൻ പന്നി എന്നാണ് ഇതിന്റെ മലയാളം മീനിങ്. ആൻഡ് നെക്സ്റ്റ് സീ കുക്കുംബർ. സീ കുക്കുംബർ എന്ന് പറയുമ്പോൾ കുക്കുംബർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഇതിന് എന്താ പറയാ ഒരു വെജിറ്റബിൾ, നമ്മൾ സാധാരണ കുക്കുംബർ എന്ന് പറയുന്നത് എന്താ? ഒരു വെജിറ്റബിൾ ആണ് അല്ലെ. വെള്ളരിക്ക എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അപ്പൊ അത് ഒരു വെജിറ്റബിൾ, കടലിൽ കാണുന്ന എന്തോ ഒരു വെജിറ്റബിൾ ആണെന്ന് കരുതരുത്. അതൊരു ജീവിയാണ് കേട്ടോ, ഒരു ക്രിയേച്ചർ ആണ്, ഒരു ജീവിയാണ്. അത് എന്തുകൊണ്ടാ പേരെന്ന് വെച്ചാൽ ഇതിനെ കാണാൻ എങ്ങനെയുണ്ടാവുക വെച്ചാൽ കുക്കുംബറിന്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു ആകൃതിയാണ് ഇതിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് സീ കുക്കുംബർ എന്ന് പേരുള്ളത്. ഇതിന് പറയാ കടൽ വെള്ളരി എന്നാണ് മലയാളത്തിൽ പറയുക. അടുത്തത് സീ
കൗ. സീ കൗ എന്ന് പറയുന്നത് എന്താണ്? സീ കൗ എന്ന് വെച്ചാൽ കടൽ പശു. കൗ എന്ന് പറഞ്ഞാൽ പശു. സീ കൗ എന്ന് വെച്ചാൽ കടൽ പശു എന്നാണ് പറയുക. അപ്പൊ ഇതിനൊക്കെ അതിന് എന്തുകൊണ്ട് ആ പേരുകൾ കിട്ടാൻ കാരണം എന്നാണ് ഇവിടെ ചോദ്യം. വൈ ഡിഡ് ദീസ് ക്രിയേച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിം? എന്തുകൊണ്ട് ആ പേര്? കാരണം അതിന്റെ ആ ബോഡിയുടെ, അതിന്റെ ശരീരത്തിന്റെ ആ ഷേപ്പ്, അതിന്റെ ആ ഒരു ഷേപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ കടൽ കുതിര എന്ന് പറയുന്നത് ഇതിന് അതിന്റെ കുതിരയുടെ ഒരു ആകൃതി ഉണ്ട് അല്ലെ, അതിന്റെ തലയുടെ ഭാഗം കുതിരയെ പോലെ ഉള്ളത് കൊണ്ടാണ് സീ ഹോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനെല്ലാം തന്നെ അതിന് എന്തുകൊണ്ടാണ്? ആ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് സീ കൗ ആണെങ്കിലും കൗവിന്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ആ നെയിം കിട്ടാൻ കാരണം അതിന്റെ ആ ഒരു ഷേപ്പാണ്, അതിന്റെ ബോഡി ഫീച്ചർ തന്നെയാണ് അതിന്റെ കാരണം. അടുത്തത് ഇവിടെ നോക്കൂ, ഒരു ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ബ്ലൂ വെയിലിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ വെയിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ബ്ലൂ വെയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മലയാളത്തിൽ എന്താ പറയാ ബ്ലൂ വെയിലിനെ? നമ്മൾ നീലത്തിമിംഗലം എന്ന് പറയും. എന്താണ് ബ്ലൂ വെയിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, the largest creature on earth lives in the sea. അതായത് ഏറ്റവും വലിയ ജീവി നമ്മുടെ ഭൂമിയിൽ, കടലിൽ കഴിയുന്ന ഏറ്റവും വലിയ ജീവി നമ്മുടെ ഭൂമിയിൽ തന്നെ, എർത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ക്രിയേച്ചർ എന്ന് പറയുന്നത് ബ്ലൂ വെയിൽ ആണ്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷ്. പക്ഷെ ഒരു മീനിന്റെ ഫാമിലി, മീൻ വർഗത്തിൽ പെട്ടതൊന്നല്ല ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ബ്ലൂ വെയിലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ബ്ലൂ വെയിൽസ് ഗിവ് ബർത്ത് ടു ദിയർ ഓഫ് സ്പ്രിങ്സ്. മറ്റു ഫിഷസ് ഒക്കെ എന്താണ് മുട്ടയിടുന്ന പോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക അങ്ങനെയല്ല ചെയ്യുക, പകരം പ്രസവിക്കുന്ന ഒരു അനിമൽ ആണ് ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൂ വെയിലിന്റെ പ്രത്യേകതകള്. അടുത്തത് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സീ ക്രിയേച്ചേഴ്സിനെ കുറിച്ചാണ് കേട്ടോ, കടലിൽ കാണുന്ന ജീവികളെ കുറിച്ചാണ് പറഞ്ഞത്. Many ways of movement. The figures of which creatures are found in the picture. Make them by folding papers. ഇപ്പൊ ഇവിടെ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഫിഷും സ്നേക്കും ഫ്രോഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഇതുപോലെ പേപ്പേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ പറയുന്നുണ്ട്, ചെയ്ത് നോക്കുക. യൂസ് ദിസ് ഫിഗേഴ്സ് ടു ഷോ ഹൗ ദേ മൂവ്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയ അനിമൽസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ പറയുന്നത്. ഡു ഓൾ ക്രിയേച്ചേഴ്സ് മൂവ് ഇൻ ദ സെയിം വേ? അപ്പൊ എല്ലാ ജീവികളും ഒരേപോലെയാണോ മൂവ് ചെയ്യുന്നത്? ആണോ? അല്ല അല്ലെ. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്, നമുക്കറിയാം. ഇപ്പൊ ഫിഷും എങ്ങനെ ചെയ്യുക? സ്വിം ചെയ്യുന്നു. ഫിഷ് നീന്തുന്നു. മീൻ എന്ന് പറയുന്നത് നീന്തുന്നതാണ്. എന്നാൽ എന്താണ് നമ്മുടെ ഡോഗ് അല്ലെങ്കിൽ നമ്മൾ എലിഫന്റ് എന്ന് പറയുന്നത് നീന്തുന്ന ഒരു ജീവിയാണോ? അല്ല. വാക്കിംഗ് ക്രിയേച്ചർ, നടക്കുന്ന ജീവിയിലാണ് നമ്മൾ എലിഫന്റിനെ ഉൾപ്പെടുത്തുക. അപ്പൊ അത് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 4 കോളമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം വാക്കിംഗ് ക്രിയേച്ചർ. വാക്കിംഗ് ക്രിയേച്ചേഴ്സ് വെച്ചാൽ നടക്കുന്ന ജീവികൾ. നമുക്ക് അറിയുന്നതാണ് അല്ലെ, ഒരുപാട് ജീവികളുണ്ട്. വാക്കിംഗ് ക്രിയേച്ചർ ഒക്കെ എഴുതാൻ 4 എണ്ണം എഴുതാൻ പറയുന്നു. എന്തെഴുതാം? ഡോഗ്, കൗവ്, ഗോട്ട്, എലിഫന്റ്. ഇനി ഒരുപാട് ജീവികളുണ്ട്, നിങ്ങൾക്ക് അറിയുന്നത് ആഡ് ഓൺ ചെയ്ത് ഇതിനോട് ആഡ് ചെയ്ത് എഴുതുക. അടുത്ത് നമുക്കിവിടെ ഹെഡിങ് തന്നിട്ടില്ല, ഹെഡിങ് നമ്മൾ എഴുതണം. സ്നേക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്നേക്ക് എന്ന് വെച്ചാൽ ആരാ? പാമ്പ് അല്ലെ. പാമ്പിനെയാണ് നമ്മൾ സ്നേക്ക് എന്ന് പറയുക. അപ്പൊ സ്നേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സും വാക്കിംഗ് ക്രിയേച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതാണോ വാക്കിംഗ് വെച്ച് നടക്കുന്ന ജീവി അല്ലെങ്കിൽ പറക്കുന്ന ജീവി? അങ്ങനെയാണോ? അല്ല. നമ്മൾ സ്നേക്കിനെ ഉൾപ്പെടുത്തുന്നത് ക്രൗളിംഗ് ക്രിയേച്ചേഴ്സിലാണ് ഉൾപ്പെടുത്തുന്നത്. ക്രൗളിംഗ് ചെയ്യുക പറഞ്ഞാൽ നീന്തുന്ന ജീവി. നീന്തല്ല, നീന്തുന്നത് സ്വിമ്മിങ് ആണ്. ഇഴയുന്ന ജീവി. ക്രൗളിംഗ് ക്രിയേച്ചേഴ്സ് ഇഴയുന്ന ജീവിയാണ് സ്നേക്ക്. ഓക്കെ. അപ്പൊ സ്നേക്ക്. പിന്നെ എന്തൊക്കെയാണ് ഇഴയുന്നത് പറയുന്നത്? സ്നെയില്, ക്രൊക്കഡൈൽ, ലിസാർഡ്, ഇതൊക്കെ ക്രൗളിംഗ് ക്രിയേച്ചേഴ്സിൽ ഉൾപ്പെടുത്താം. അടുത്തത് ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ പറക്കുന്ന ജീവികൾ. പറക്കുന്ന ജീവികളിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും? ഒരുപാടുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ബേർഡ്സിന് 1 by 1 ആയിട്ട് പാരറ്റ്, പീജിയൻ, എന്താണ് അങ്ങനെ നമ്മൾ ഓരോരോ ബേർഡ്സിന്റെ പേര് എഴുതാണ്ട് മൊത്തത്തിൽ നമ്മൾ ബേർഡ്സ് തന്നെ എഴുതിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊന്നാണ് ബാറ്റ്സ്. ബാറ്റ്സ് എന്ന് വെച്ചാൽ വവ്വാല്. പിന്നെ ഇൻസെക്റ്റുകളൊക്കെ പറക്കുന്നതല്ലേ. ഫോർ എക്സാമ്പിൾ മോസ്കിറ്റോ, അതുപോലെ നമ്മുടെ പാറ്റകൾ, അതൊക്കെ എന്താണ്? ഇൻസെക്ട്സ് ആണ്. ഇൻസെക്റ്റുകളൊക്കെ പറക്കുന്നതാണ്. പിന്നെ ഫ്ലൈയിങ് സ്ക്യൂരൽസ് ഉണ്ട്, പറക്കുന്ന അണ്ണാനുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ? ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ് ആണ്. അടുത്തത് ഫിഷ്. ഫിഷിന് നമുക്ക് എന്ത് ഹെഡിങ് ആണ് കൊടുക്കാൻ പറ്റുക? എഴുതിയിരിക്കുന്നത് വാക്കിംഗ്, ക്രൗളിംഗ്, ഫ്ലൈയിങ്. ഇതിൽ എന്ത് ക്രിയേച്ചേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും? സ്വിമ്മിങ് ക്രിയേച്ചർ, നീന്തുന്ന ജീവികൾ. സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ് ഫിഷ്, ടോർട്ടോയ്സ്, ഫ്രോഗ്, ഒക്ടോബസ്. ടോർട്ടോയ്സ് എന്ന് വെച്ചാൽ ആമ. പിന്നെ ഫ്രോഗ് എല്ലാവർക്കും അറിയാലോ, തവള അല്ലെ. ഒക്ടോബസ് വെച്ചാൽ നീരാളി എന്നാണ് പറയുക മലയാളത്തില്. അപ്പൊ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? എല്ലാ ജീവികളും എല്ലാ ക്രിയേച്ചേഴ്സിനെയും മൂവ്മെന്റ് സെയിം അല്ല. ഇവിടെ ചോദിക്കുന്നുണ്ട് ഡു ഓൾ ക്രിയേച്ചേഴ്സ് മൂവ് ഇൻ ദ സെയിം വേ? അപ്പൊ നമുക്ക് ഇതിനോട് ഉത്തരം കിട്ടിയില്ലേ? ഒരേപോലെയാണോ എല്ലാ ജീവികളും മൂവ് ചെയ്യുന്നത്? എന്താണ് ഉത്തരം? എന്താ? നോ അല്ലേ. നോ. നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ വ്യത്യസ്തമാണ്. ക്രിയേച്ചേഴ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നെക്സ്റ്റ്,
Is there any creature that move in different way? Observe the movement of creatures like frogs, grasshopper, etc. Is there any connection between the body features and the movement of the creatures? അതായത് അടുത്ത നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യമാണ്, നിങ്ങളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അനിമൽസിന്റെ ബോഡി ഫീച്ചേഴ്സ്, അതിന്റെ ശരീരത്തിലെ പ്രത്യേകതകളും അതിന്റെ മൂവ്മെന്റും തമ്മിൽ മൂവ്മെന്റ് വെച്ചാൽ വാക്ക് ചെയ്യുന്നു, റൺ ചെയ്യുന്നു, സ്വിം ചെയ്യുന്നു, അതൊക്കെയാണ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ, ബോഡി ഫീച്ചേഴ്സും അതിന്റെ മൂവ്മെന്റും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ എന്നാണ് ചോദ്യം. അത് നിങ്ങൾക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ക്രിയേച്ചറിന്റെ പേരെന്താ? ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് ഏത് ക്രിയേച്ചർ ആണെന്ന്? നമുക്ക് അറിയുന്ന ഒരു ക്രിയേച്ചർ ആണ് അല്ലെ, കുതിര. കുതിര എന്ന് മലയാളത്തിൽ പറയും, ഹോഴ്സ് ആണ് ഇത് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹോഴ്സിന്റെ ഒരു ബോഡി ഫീച്ചർ, അതിന്റെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? 4 legs that bend backwards. അതിന്റെ 4 കാലുകളും അതിന്റെ ബാക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെൻഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ, കാണുന്നില്ല, ചിത്രത്തിൽ കാണുന്നുണ്ട്, വളച്ചിട്ടുണ്ട്, കാലുകൾ വളച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വളയ്ക്കാൻ അതിന് കഴിയും, ബാക്കിലോട്ട് വളയ്ക്കാൻ കഴിയും. അപ്പൊ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാ? വാക്ക് ചെയ്യുന്നു, റൺ ചെയ്യുന്നു, വാക്ക് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അടുത്തത് എന്താണ്? നമ്മുടെ അടുത്ത ഫിഗറിലുള്ളത് ഏത് ക്രിയേച്ചർ ആണ്? സ്നേക്ക് ആണ്. സ്നേക്കിന്റെ ബോഡി ഫീച്ചർ എന്ന് പറയുന്നത്, സ്നേക്കിന് കാലുകളുണ്ടോ? ഇല്ല. ഹാസ് നോ ലെഗ്സ്. ദ എൻറ്റയർ ബോഡി ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെന്റ്. അതിന്റെ ശരീരം മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അത് ഇഴയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതായത് ശരീരം മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? നീങ്ങുന്നത്. മൂവ്മെന്റ് എങ്ങനെയാ? ക്രൗൾ, അതായത് ഇഴയുന്ന ജീവിയാണ്. പിന്നെയോ വെള്ളത്തിലൂടെയും നീന്തും. കണ്ടിട്ടില്ലേ നിങ്ങൾ? പാമ്പുകൾ വെള്ളത്തിലൂടെയും നീന്താൻ അതിന് പറ്റും. അപ്പൊ സ്വിമ്മും ചെയ്യും. അടുത്തത് നെക്സ്റ്റ് പിക്ചറിലുള്ളത് പീജിയൻ ആണ്. നമ്മളെ പ്രാവ് എന്ന് പറയും, പ്രാവ്. അപ്പൊ ഹാസ് വിങ്സ് ആൻഡ് ലെഗ്സ്. എന്തുണ്ട്? ചിറകുകളും ഉണ്ട്, കാലും ഉണ്ട്. അതെന്താ ചെയ്യാ? നടക്കാറുണ്ട് അല്ലെ, വാക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ഫ്ലൈ ചെയ്യാനും പറ്റും. അടുത്തത് ഫിഷ് ആണ്. ഫിഷിന് കാലുകളുണ്ടോ? ഇല്ല. ദ ഫിൻസ് ഓൺ ദ സൈഡ്സ് ആൻഡ് ദ ടെയിൽസ് ഹെൽപ്പ് ഇൻ മൂവ്മെന്റ്. അതിന്റെ ഫിൻസും അതുപോലെ അതിന്റെ വാലും, ഈ ഭാഗവും അതുപോലെ അതിന്റെ വാൽ ഭാഗവും ഏതാണ് എന്ത് സഹായിക്കുന്നത്? മൂവ് ചെയ്യാൻ. അതിനെ വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതെന്താ ചെയ്യാ? സ്വിം ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഓരോ ബോഡി ഫീച്ചേഴ്സ്, മൂവ്മെന്റ് നമ്മൾ വായിച്ചു. അപ്പൊ ഇതിന് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ. കാരണം നോക്കിക്കേ, ഇതിന്റെ ഒരു ബോഡി ഫീച്ചറാണ് ഫിൻസും ടെയിലും. അതുള്ളത് കൊണ്ടാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫിഷിന് വളരെ എളുപ്പത്തിൽ വെള്ളത്തിലൂടെ സ്വിം ചെയ്യാൻ പറ്റും, നീന്താൻ പറ്റുന്നത് അല്ലെ. അതേപോലെ ഇവിടെ നോക്കുക, നമ്മുടെ പീജിയൻ ആണെങ്കിൽ വിങ്സ് ഉണ്ട്, ചിറകുകൾ ഉള്ളത് കൊണ്ടല്ലേ മൂവ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് ദ ക്രിയേച്ചർ എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം? എന്താ? യെസ്, രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലെ, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. നെക്സ്റ്റ്, ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് എ ഡക്ക്. ഇനി നമ്മൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഡക്കിന്റെ മൂവ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതർ ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദൻ വൺ വേ, ഫൈൻഡ് ദം ഔട്ട്, റൈറ്റ് ഡൗൺ അബൌട്ട് ദ മൂവ്മെന്റ് ഓഫ് മോർ ക്രിയേച്ചേഴ്സ്, ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് എക്സ്പാൻഡ് അബൌട്ട് ടേബിൾ. ഈച്ച് ക്രിയേച്ചേഴ്സ് ഹാസ് എ മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയ ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇനി കുറച്ചുകൂടി ക്രിയേച്ചേഴ്സിന്റെ പേരുകളും ബോഡി ഫീച്ചേഴ്സും എഴുതാനാണ് പറയുന്നത്. ഈച്ച് ക്രിയേച്ചേഴ്സ് ഹാസ് എ മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദ എൻവിറോൺമെന്റ് ദാറ്റ് ഇറ്റ് ലീവ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അതിന്റെ ഫീച്ചേഴ്സ്. ഈച്ച് ക്രിയേച്ചർ ഹാസ് എ മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ദ, അതായത് ആ ജീവികൾ മൂവ് ചെയ്യുന്നത്, നീങ്ങുന്നത് അതിന്റെ ബോഡി ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ അത് ജീവിക്കുന്ന ചുറ്റുപാടിന്റെ സഹായത്തോടുകൂടി, ചുറ്റുപാടിന്റെ അടിസ്ഥാനത്തിലുമാണ് അതിന്റെ മൂവ്മെന്റ് എന്ന് നമുക്ക് മനസ്സിലായി. വിച്ച് എമംഗ് ദ ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ ഏതൊക്കെ ജീവികളാണ് പ്ലാന്റിന്റെ പാർട്സ് മാത്രം കഴിച്ചിട്ട് ജീവിക്കുന്നത്? ഏതൊക്കെയാണ്? പ്ലാന്റ് പാർട്ട് മാത്രം കഴിക്കുന്നത് ഏതൊക്കെയാ? ചെടിയുടെ ഭാഗങ്ങളൊക്കെ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാ? കൗ, ക്രോ, എലിഫന്റ്, സ്ക്യൂരൽ ആൻഡ് ഹെൻ. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ്. മീറ്റ് എന്ന് വെച്ചാൽ മാംസം മാത്രം കഴിക്കുന്ന ജീവികൾ. ലയൺ ആൻഡ് ടൈഗർ. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. അപ്പൊ പ്ലാന്റ്സും കഴിക്കും മീറ്റും കഴിക്കും. ആരൊക്കെയാ? റാറ്റ് ആൻഡ് പിഗ്. ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നമ്മുടെ അനിമൽസിനെ മൂന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാ? ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ്. ഓക്കെ, വളരെ എന്താണിത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെർബിവോറസും കാർണിവോറസും ഒംനിവോറസും എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം. ഹെർബിവോറസ് എന്ന് വെച്ചാൽ
പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ജീവികൾ. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ പോലെ പ്ലാന്റ്സ് മാത്രം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കണ്ടു, പ്ലാന്റ് പാർട്ട് മാത്രം ഇറ്റ് ഓൺലി എന്ന് വെച്ചാൽ പ്ലാന്റ്സ് മാത്രം, പ്ലാന്റിന്റെ പാർട്സ്, ഇലകളോ തണ്ടോ അല്ലെങ്കിൽ ചെടികളുമായി ബന്ധപ്പെട്ടത് മാത്രം, പച്ചക്കറി മാത്രം കഴിക്കുന്ന, അപ്പൊ പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്ന ആനിമൽസ് ആണ് ഹെർബിവോറസ് എന്ന് പറയുന്നത്. പ്യുവർ വെജ് ആയിരിക്കും, വെജിറ്റേറിയൻ എന്നൊക്കെ പറയുന്ന പോലെ. അതെന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ പ്ലാന്റ് പാർട്സ് ആണ് അത് കഴിക്കുള്ളൂ. അത്തരം അനിമൽസ്, ക്രിയേച്ചേഴ്സ് ഹെർബിവോറസ് എന്നാണ് നമ്മൾ പറയുക ഇംഗ്ലീഷിൽ. ആൻഡ് മീറ്റ് മാത്രം കഴിക്കുന്നത്, അതായത് പ്ലാന്റോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല, മീറ്റ് മാത്രം കഴിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയാ, കാർണിവോറസ് എന്ന് പറയുക. ഇനി രണ്ടും കഴിക്കുന്ന, അപ്പൊ നമ്മൾ റാറ്റിനെയും പിഗിനെയും ഒക്കെ പോലെ, പിഗ് എന്ന് വെച്ചാൽ പന്നി എന്നാണ് മലയാളത്തിൽ പറയുക, റാറ്റ് എലി. അപ്പൊ ഇത് നമ്മുടെ റാറ്റിനെയും പിഗിനെയൊക്കെ പോലെ പ്ലാന്റ്സിന്റെ പാർട്സും അല്ലെങ്കിൽ പ്ലാന്റ് റിലേറ്റഡ് വെജിറ്റബിൾസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതേപോലെ തന്നെ മീറ്റും കഴിക്കും. മീറ്റ് എന്ന് വെച്ചാൽ മാംസങ്ങളും കഴിക്കുന്ന ജീവികളാണ് ഓംനിവോറസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്ലാന്റ്സും കഴിക്കും അതുപോലെ മീറ്റും കഴിക്കും. അപ്പൊ ഓംനിവോറസ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ മിക്ക ഹ്യൂമൻസിനെയൊക്കെ ഉൾപ്പെടുത്തുന്നത് ഓംനിവോറസിലാണ് ഉൾപ്പെടുത്തുക. പക്ഷെ ചില ആൾക്കാർ എങ്ങനെയാ, അതായത് മീറ്റ് കഴിക്കാത്ത ആൾക്കാരുണ്ടാവും അല്ലേ, അങ്ങനെയുള്ളവര് എന്താണ്, ഹെർബിവോറസ് ആണ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ നമ്മളിവിടെ പഠിച്ചത് ഹെർബിവോറസും കാർണിവോറസും ഓംനിവോറസും. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. Ants and small insects are my food. I like the sweet nectar of flowers. ഇവിടെ എന്താ പറയുന്നത്, എന്താണ് ഇവിടെ നോക്കിയേ, ഹാവ് യു റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ praying mantis and butterfly? What did they say? Find out the food of a few other creatures and write them in the table given. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ച ഓരോ ക്രിയേച്ചേഴ്സിന്റെയും ഫുഡാണ് എഴുതാൻ പറയുന്നത്. അതായത് എല്ലാ ജീവികളുടെയും ഫുഡ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണോ? അല്ല അല്ലെ, ഡിഫറെന്റ് ആയിരിക്കും കഴിക്കുന്ന ഫുഡ്, ക്രിയേച്ചേഴ്സ് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൗവാണ് ആദ്യം തന്നിരിക്കുന്നത്. കൗവിന്റെ ഫുഡ് എന്തൊക്കെയാ, ഗ്രാസ്, ലീവ്സ്, ഹേ എന്ന് വെച്ചാൽ വയക്കോല്, ക്രോ, ഇൻസെക്ട്സ്, സെറൽസ്, ഫ്രൂട്ട്സ്, ഇൻസെക്ട്സ്, സെറൽസ്, ഫ്രൂട്ട്സ്, പിന്നെ പൾസസ്. Next, elephant, palm leaves, fruits, squirrel, nuts, seeds, fruits, worms, hen, insects, worms, seeds, grains, fruits, eagle, fish, snake, rabbit, small birds, kingfisher, fish, frog, frog, flies, worms, moths, duck, insects, worms, seeds, grains, fruits, lion, deer, rabbits, other animals, flesh. അപ്പൊ ഇതൊക്കെ ഓരോ ക്രിയേച്ചേഴ്സിന്റെയും അതിന്റെ ഫുഡാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്ത് മനസ്സിലായി, എല്ലാ അനിമൽസിന്റെ ഫുഡും ഒന്ന് തന്നെയാണോ? അല്ല, ഡിഫറെന്റ് ആണ്. കളർ ദ സർക്കിൾസ് ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൻ. ഇവിടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് അനിമൽസിന്റെ പിക്ചർ തന്നിട്ടില്ലേ. അപ്പൊ ഇതില് കാർണിവോറസ് നമ്മൾ പഠിച്ചു, എന്താ കാർണിവോറസ്, ഓംനിവോറസ്, ഹെർബിവോറസ് എന്നല്ല. കാർണിവോറസ് എന്ന് വെച്ചാൽ മീറ്റ് ഈറ്റിംഗ് അനിമൽസ് ആണ്, അതായത് ഓൺലി മീറ്റ് മാത്രമേ കഴിക്കുള്ളൂ, മാംസം മാത്രം കഴിക്കുന്ന അനിമൽസ് ആണ് കാർണിവോറസ്. ഓംനിവോറസ് പറഞ്ഞാൽ പ്ലാന്റ്സും അതേപോലെ തന്നെ മീറ്റും കഴിക്കുന്ന അനിമൽസ്. ഹെർബിവോറസ് എന്ന് വെച്ചാൽ എന്താ, പ്ലാന്റ്സ് ഓൺലി അല്ലെ, പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്ന അനിമൽസ് ആണ് ഹെർബിവോറസ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നോക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണുന്ന റൗണ്ടിനകത്ത് കളർ കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ 3 കളറും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൗ ആണ് അല്ലെ, കൗ എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചത്, ഹെർബിവോറസ്. അപ്പൊ അതുപോലെ റെഡ് കൊടുത്തു. അടുത്തത് ഡിയർ, മാനാണ്, മാനും ഹെർബിവോറസ്. അടുത്ത ഹെന്ന്. അടുത്ത നമുക്ക് ഏതൊക്കെ ഹെർബിവോറസ് നോക്കാം. ഹെർബിവോറസിനൊക്കെ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക, റെഡ് കൊടുത്തു. അതേപോലെ ഓംനിവോറസിനൊക്കെ അതുപോലെ ഗ്രീൻ കൊടുക്കുക. ഓംനിവോറസിന് ഗ്രീൻ കൊടുക്കുക, കാർണിവോറസിനെല്ലാം യെല്ലോ കൊടുക്കുക, ഇതുപോലെ കളർ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് അനിമൽസ്. അപ്പൊ നമ്മളിവിടെ കാർണിവോറസും ഓംനിവോറസും ഹെർബിവോറസിന്റെ അനിമൽസ് ഏതൊക്കെ അനിമൽസ് ആണ് പഠിച്ചു. അത് വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹെർബിവോറസിന്റെ കോളത്തിൽ പ്ലാന്റ് പാർട്സ് ഓൺലി ഈറ്റിംഗ്, പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്ന അനിമൽസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ കൗ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം, ഹോഴ്സ്, റാബിറ്റ്, ജിറാഫ്, ഡിയർ, ഗോട്ട്, എലിഫന്റ്. കാർണിവോറസ് പറഞ്ഞാൽ മീറ്റ് ഈറ്റിംഗ് അനിമൽസ് ആണ്, ഓൺലി മീറ്റ് ഈറ്റിംഗ് അനിമൽസ് ആണ്, അതായത് മാംസം മാത്രം കഴിക്കുന്ന അനിമൽസ് ആണ്. വോൾഫ്, ജാക്കൽ, ലിയോപാർഡ്, ഡോഗ്, കാറ്റ്, ടൈഗർ. ഓംനിവോറസ്, ക്രോ, hen, humans, duck, ant, pig, rat. Is there any connection between the body features of creatures and their food habits? What is your opinion? Right. നമ്മുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ബോഡി ഫീച്ചേഴ്സ്, ക്രിയേച്ചേഴ്സിന്റെ ബോഡി ഫീച്ചേഴ്സും ശരീരത്തിന്റെ പ്രത്യേകതകളും ഫുഡ് ഹാബിറ്റ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട് അല്ലേ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? യെസ്, there is a connection between the body features of creatures and their food habits because animals with different food habits have different body features. Example, lion is a carnivorous animal, so it has sharper teeth to tear flesh. Similarly, deer has broad teeth to chow grass. തീർച്ചയായിട്ടും എന്തുണ്ട്, രണ്ടും ബോഡി ഫീച്ചറും അതുപോലെ ഫുഡ് ഹാബിറ്റ്സും തമ്മിൽ ബന്ധമുണ്ട്. നെക്സ്റ്റ്,
Observe the pictures. Which body parts of the creatures help them to catch their prey and eat it? ഇവിടെ നോക്കിക്കേ ഈ ജീവികളെ നോക്കുക. ഏതൊക്കെ ജീവികൾ എന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ഏത് ബോഡി പാർട്ടാണ് അതിന്റെ ഇരയെ പിടിക്കാൻ, പ്രേ പറഞ്ഞ ഇര, അതിന്റെ ഫുഡ് കിട്ടാൻ, അതിന് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ അതിനെ സഹായിക്കുന്നത് ഏത് ബോഡി പാർട്ടാണ്? ഡക്കാണ് ആദ്യത്തെ പിക്ചറിലുള്ളത്. ഡക്കിന്റെ ഓൺലി ഫെദേഴ്സ്, ഓൺലി അല്ല, അത് ഓയിലി ഫെദേഴ്സ് ആണ് കേട്ടോ. ഓയിലി ഫെദേഴ്സ്, OILY, ഓയിലി ഫെദേഴ്സ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇര പിടിക്കാൻ പറ്റുന്നത് അല്ലെ. പിന്നെ വെബ്ഡ് ടോസ് ആണ്. ദ ബീക്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചളിയിൽ നിന്നൊക്കെ അതിന്റെ പ്രേ കിട്ടുന്നു. ഈഗിൾ ആണെങ്കിലോ ലാർജ് ആൻഡ് സ്ട്രോങ് വിങ്സ്, വളരെ വലുതും അതുപോലെ ശക്തവുമായ ചിറകുകളാണുള്ളത്. ഷാർപ്പ് വിഷൻ, വളരെ ദൂരത്ത് നിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ ഹൈറ്റിൽ നിന്നൊക്കെ, വളരെ ഹൈറ്റിന് വേഗം പറന്ന് വന്ന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിട്ട് പോകും പറ്റുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് ആ ഷാർപ്പ് വിഷനാണ്, അത്ര നല്ല കാഴ്ച ശക്തിയാണ്. ഷാർപ്പ് ബീക്ക് ആൻഡ് ക്ലോസ് ആൻഡ് ഫ്രോഗ്, അതായത് വന്നിട്ട് വേഗം കാലിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇരയെ പിടിച്ചിട്ട് പറക്കാൻ പറ്റും അല്ലെ. ഫ്രോഗിനാണെങ്കിലോ സ്റ്റിക്കി ടങ് ആണ്. പാഡിൽ ലൈക്ക് ലെഗ്സ്. അതുപോലെ സ്റ്റിക്കി ടങ് എന്ന് വെച്ചാൽ അതിങ്ങനെ കണ്ടു, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നാക്കിനെ നീട്ടിയിട്ട് അതിന്റെ ഏരിയയിൽ ഒട്ടും, അങ്ങനെ അതിന് വേഗം അത് ഉള്ളിലേക്ക് ആക്കാൻ പറ്റും. അത് സ്റ്റിക്കി ടങ് ആണ്. പിന്നെ പാഡിൽ ലൈക്ക്, അതിന്റെ കാലുകൾ ഞാൻ പറഞ്ഞത് പാഡിൽ ലൈക്ക് ലെഗ്സ് ആണ്. ലയൺ ആണെങ്കിൽ സ്ട്രോങ് മസ്കുലർ ബോഡി, എബിലിറ്റി ടു റൺ ഫാസ്റ്റ്, വേഗത്തിൽ ഓടാനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസ്കുലർ ബോഡിയാണ് ലയൺ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഏരിയ പെട്ടെന്ന് അതിന്റെ അതിന്റെ ഏത് അനിമലിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വീഴ്ത്താനും അതിനെ അറ്റാക്ക് ചെയ്യാനും കഴിയുന്നു. Carnivorous use, ഇനി കാർണിവോറസിനെ കുറിച്ചാണ് പറയുന്നത്. കാർണിവോറസ് യൂസ് ദ ഷാർപ്പ് നെയിൽ ടു അറ്റാക്ക് ദിയർ പ്രേ. കാർണിവോറസ് അനിമൽസിനൊക്കെ എന്തുണ്ടാവും, വളരെ ഷാർപ്പായിട്ട്, ഇപ്പോൾ ലയൺ, ടൈഗർ എന്നൊക്കെ അനിമൽസിനൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മളതിന്റെ പിക്ചറിൽ തന്നെ കാണില്ല, ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ ഷാർപ്പായിട്ട് നഖങ്ങളാണ് ഉണ്ടാവുക. അതെന്ത് ചെയ്യും, അതിന്റെ ഏത് ഇരയാണോ അത് അറ്റാക്ക് ചെയ്യുന്നത് അതിനെ പിടിക്കാൻ, അതിനെ അറ്റാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിന്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദെയർ പ്രേ. അതായത് അതിന്റെ പ്രേയെ കടിക്കാനും വളരെ അതിന്റെ ഷാർപ്പായിട്ടുള്ള ടീത്ത് ആയിരിക്കും. ഷാർപ്പ് നെയിൽസ് മാത്രമല്ല ഷാർപ്പ് ടീത്തുമാണ് കാർണിവോറസ് അനിമൽസിന് ഉണ്ടാവുക. ഷാർപ്പ് നെയിൽസും ഷാർപ്പ് പോയിന്റഡ് ടീത്ത് ആണ് ഉണ്ടാവുക. അത് അതിന്റെ ഇരയെ കടിക്കാനും അതുപോലെ അതിന്റെ ഇരയെ എന്താണ് അതിന്റെ മാംസം വലിച്ച് കഴിക്കാനും എന്ത് സഹായിക്കുന്നു, അതിന്റെ ടീത്ത് സഹായിക്കുന്നു. കാർണിവോറസ് ബേർഡ്സ്, അത് കാർണിവോറസ് അനിമൽസിനൊക്കെ. കാർണിവോറസ് ബേർഡ്സ് ആണെങ്കിലോ, carnivorous birds can peck and eat their prey with their strong and sharp beak അല്ലെ. ഈഗിളിന്റെ ഒക്കെ പോലെ തന്നെ, ഈഗിളിലേക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, അതിന്റെ കൊക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വളരെ ഷാർപ്പ് ആയിരിക്കും. ഓക്കെ, ആൻഡ് സ്ട്രോങ് ലെഗ്സ് ആൻഡ് their sharp bent claws help them in gathering food. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് കാലുകളായിരിക്കും. അതിങ്ങനെ ഈ ഭാഗമാണ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഇരയെ പിടിച്ചുകൊണ്ട് പോകാൻ വേഗം അതിന് എളുപ്പം കഴിയും. വളരെ ശക്തിയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതിന്റെ ലെഗ്സ്, കാലുകൾ. The structure of the teeth of herbivores. ഹെർബിവോറസിന്റെ സ്ട്രക്ചർ, പല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് suited to chew plant parts. പ്ലാന്റ് പാർട്സ് ഒക്കെ വേഗം ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ടീത്ത് ആയിരിക്കും ഹെർബിവോറസ് അനിമൽസിന് ഉണ്ടാവുക. Many forms one life. Mitra was playing in the courtyard. There were some light yellow pearly objects in a plant. Mitra called her mother. Mother looked at the lace. These are the eggs of butterfly, dear. She waited eagerly to see the butterfly coming out of the egg. അപ്പൊ മിത്ര ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് കാണുന്നത്, ഒരു ഇലയുടെ പുറകിലായിട്ട് യെല്ലോ കളർ, മഞ്ഞ കളർ പേളി ഒബ്ജക്റ്റ്, പേൾസ് പോലെ ചെറിയ ചെറിയ മണികൾ പോലെ, മുത്തുകൾ പോലെയുള്ള കുറെ എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ളത് മിത്ര കണ്ടു. മിത്ര അമ്മയെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ഇലയുടെ ബാക്കിലുള്ള വളരെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു, ഇത് എന്താണ്, ഇത് ബട്ടർഫ്ലൈന്റെ പൂമ്പാറ്റയുടെ മുട്ടകളാണെന്ന് പറഞ്ഞു. അപ്പൊ അവൾ വെയിറ്റ് ചെയ്തിരുന്നു, ആ മുട്ട വിരിഞ്ഞ് പൂമ്പാറ്റ പുറത്ത് വരുന്നത് കാണാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു, അതിന്ന് എന്താരെ വന്നത്, ബട്ടർഫ്ലൈ ആണ് വന്നത്. വാട്ട് ഈസ് സർപ്രൈസ്, ഷീ സോ ഓൺലി വേംസ്. അപ്പൊ അങ്ങനെ പുറത്ത് എന്തോ വരുന്നു. അപ്പൊ അവൾ എന്താ കണ്ടത്, അത് വേംസ് ആയിരുന്നു, പുഴുക്കളായിരുന്നു അല്ലെ. വേംസ് വെച്ചാൽ പുഴുക്കൾ. മോം, ആർ ദേ റിയലി നോട്ട് ദ എഗ്സ് ഓഫ് ബട്ടർഫ്ലൈസ്? ദീസ് വേംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ, ഇറ്റ് ഈസ് കോൾഡ് ലാർവ. അപ്പൊ അമ്മയുടെ അടുത്ത് മിത്ര എന്താ ചോദിക്കുന്നത്, ഇത് ബട്ടർഫ്ലൈന്റെ മുട്ടകൾ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ അമ്മ എന്താ പറയണത്, ഈ വേംസ് ഇനി എന്തായി മാറും, ബട്ടർഫ്ലൈ ആയി മാറും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേരാണ് ലാർവ എന്ന് പറഞ്ഞു അമ്മ. മിത്ര became curious. She took photos of changes happening to the worm in the following days. അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണല്ലോ അല്ലെ, കുറച്ച് ദിവസങ്ങൾ എടുക്കും.
എഗ്ഗിന്ന് വേം പുറത്ത് വരാനും അതുപോലെ വേമിന്ന് ബട്ടർഫ്ലൈ ആവാനൊക്കെ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഓരോ ആ ബട്ടർഫ്ലൈ ആ വേംസിൽ വരുന്ന ചേഞ്ചസിലും നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചു. ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഒബ്സർവ് ദ പിക്ചേഴ്സ്, ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ഈച്ച് സ്റ്റേജ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റേജസ് നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഒരു സൈക്കിൾ നമ്മൾ പഠിച്ചു വെക്കുക. അതായത് ആദ്യം എന്താ ഉണ്ടാവുക കണ്ടില്ലേ, ഈ ഒരു എഗ്ഗ് ഉണ്ടാവും അല്ലെ. എഗ്ഗ് എന്തായി മാറും? എഗ്ഗ് ഇതുപോലുള്ള പുഴുക്കളായിട്ട് മാറും. വളരെ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ ഉണ്ടാവില്ല. ഈ ഒരു പുഴുവിന്റെ രൂപത്തിൽ നമ്മൾ പറയുന്നതാണ് ലാർവ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജ് ആവും. ഈ ഒരു സ്റ്റേജിലാവുന്നത് എന്തായി മാറി? ഇതിന് നമ്മൾ പറയാം പൂപ്പ എന്ന് പറയും. പൂപ്പ എന്ന് പറയും. ആൻഡ് ഇത് എന്തായി മാറുക? ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബട്ടർഫ്ലൈ പുറത്തു വരിക. അതാണ് അഡൽട്ട് സ്റ്റേജ് എന്നാണ് പറയുക. അഡൽട്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. If you observe the bottom of the leaves and other plants, you can find butterfly eggs sticking there. കൂടുതലായിട്ടും പൂമ്പാറ്റകൾ മുട്ടയിടുന്നത് കറി ലീവ്സ് പോലെ എല്ലാ പ്ലാന്റ്സിന്റെയും ഇലകളിൽ മുട്ടയിടില്ല. ചില പ്രത്യേകമായിട്ടുള്ള ചില ബട്ടർഫ്ലൈനെ അട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ ഇലകളുടെ അടിയിലാണ് മുട്ടയിടുക. കറി ലീവ്സ്, കറിവേപ്പിലയുടെ ചില ഇലകളിൽ പോലെ. ഇവിടെ ഒരു പിക്ചർ, ബട്ടർഫ്ലൈന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? കളർ ചെയ്ത് നോക്കുക. കളർ ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ രണ്ട് ബട്ടർഫ്ലൈന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ് ആർ ഇൻ ദ ഡിസൈൻസ് ഓൺ ദ വിങ്സ് ദ സെയിം, ഹൗ അബൌട്ട് ദ ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് അല്ലെ. ഈ രണ്ട് ബട്ടർഫ്ലൈന്റെയും ചിറകിന്റെ ഡിസൈൻസ് സെയിം ആണെന്നാണ് ചോദ്യം. ആണോ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. അപ്പൊ എല്ലാ ബട്ടർഫ്ലൈന്റെയും ചിറകുകളിന്റെ ഡിസൈൻ സെയിം ആണോ? നോ. Do the wings of all butterflies look like this? Observe the butterfly in your surroundings, present your findings to the class. Each class of butterfly is given name to identify them. How do butterflies have names? ബട്ടർഫ്ലൈസിന് പേരുണ്ടോ എന്നാണ് ഇവിടെ കുട്ടികൾ ചോദിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും ഓരോ ബട്ടർഫ്ലൈസിനും ഓരോ പേരുണ്ട്. കോമൺ ജാസ്ബൽ, കോമൺ ഗ്രാസ് യെല്ലോ. കണ്ടോ, ഇവിടെ ബട്ടർഫ്ലൈന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ബട്ടർഫ്ലൈ ഗരുഡ ശലഭം എന്നാണ് പറയുക. മലയാളത്തിൽ ഗരുഡ ശലഭം എന്ന് പറയും. അതുപോലെ ഇത് ബുദ്ധമയൂരി, ഗ്രാസ് ജുവൽ. The largest butterfly in Kerala is southern birdwing. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഏതാ? ഇത് പഠിച്ചു വെക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഏതാ? സദേൺ ബേർഡ് വിങ് എന്നാണ് ഇംഗ്ലീഷ് പേര്. മലയാളത്തിൽ ഗരുഡ ശലഭം എന്ന് പറയും. ആൻഡ് സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ, അതായത് കേരളത്തിലെ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ഏതാ? ഗ്രാസ് ജുവൽ. ഗ്രാസ് ജുവൽ എന്ന് പറഞ്ഞാൽ രത്നനീലി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ആൻഡ് ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം, കേരളത്തിന്റെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഏതാണ്? മലബാർ ബാൻഡഡ് പീകോക്ക്. മലബാർ ബാൻഡഡ് പീകോക്ക്. അതിന് നമ്മൾ മലയാളത്തിൽ പറയാം ബുദ്ധമയൂരി എന്നാണ് പറയുക. ഓക്കെ, പേരുകൾ പഠിച്ചു വെക്കുക. The pictures of some butterflies found in our surroundings are given below. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണമായി നമ്മുടെ പരിസരങ്ങളിൽ ചുറ്റുപാടുകളിൽ കാണുന്ന ബട്ടർഫ്ലൈസിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടാവ്നി കോസ്റ്റർ, കോമൺ പൈററ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മർമൺ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണയായി കാണുന്ന ബട്ടർഫ്ലൈസ് ആണ്. Observe the butterflies in your surroundings, find their names and write them. Butterflies depend on plants in two ways. Butterflies ചെടികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയാ? ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്. ഒന്ന് മുട്ടയിടാൻ വേണ്ടിയും പിന്നെ ഒന്ന് ഭക്ഷണത്തിന് വേണ്ടിയും. ദ കോമൺ മർമൺ ബട്ടർഫ്ലൈ. കോമൺ മർമൺ ബട്ടർഫ്ലൈ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ? ഇതാണ് കോമൺ മർമൺ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? യൂഷ്വലി ലേസ് എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ്, നാരകം, ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ്. അപ്പൊ ഇത് ഈ കോമൺ മർമൺ ബട്ടർഫ്ലൈ സാധാരണ മുട്ടയിടുന്നത് നാരകം എന്ന് വെച്ചാൽ സിട്രസ്, നമ്മൾ നാരങ്ങയ്ക്ക് ഉണ്ടാവുന്ന നാരങ്ങയുടെ ചെടിയിലെ അതാണ് സിട്രസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതിലും അതുപോലെ ഓറഞ്ച് ബെറി പ്ലാന്റിലൊക്കെയാണ് അതിന്റെ ഇലകളിലാണ് മുട്ടയിടുക. ആൻഡ് ദ ലാർവാസ് ഈറ്റ്സ് ദ ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലാർവ എന്ന് പറയുന്നത് ഏത് സ്റ്റേജ് ആണ്? അതിന്റെ പുഴുവാവുന്നത്, അതായത് മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന പുഴുവിന്റെ പുഴുവാവുന്ന ആ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് നമ്മൾ ലാർവ എന്ന് പറയും. ആ ലാർവ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും. അതായത് ആ ഇലകളാണ്, ആ ചെടിയിലെ ഇലകളാണ് കഴിക്കുക. when they become butterflies they find nectar from the flowers of hibiscus, white orchid trees and morning breeze plant. അതിനുശേഷം അത് വളർന്ന് ബട്ടർഫ്ലൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഫ്ലവേഴ്സിന്റെ നെക്ടർ വെച്ചാൽ തേനാണ് കുടിക്കുക. ഹിബിസ്കസിനെയും വൈറ്റ് ഓർക്കിഡ് ട്രീ ആൻഡ് മോർണിംഗ് ബ്രീസ് പ്ലാന്റ് തുടങ്ങിയ പ്ലാന്റുകളിലെ ഫ്ലവേഴ്സിന് തേനാണ് കുടിക്കുക ബട്ടർഫ്ലൈസ്. ലാർവ സ്റ്റേജിൽ അത് പ്ലാന്റിന്റെ ലീവ്സ് കഴിക്കുന്നു. ബട്ടർഫ്ലൈസ് ലാർവ സ്റ്റേജിൽ പ്ലാന്റ്സിന്റെ ലീവ്സ് ഇലകളാണ് കഴിക്കുക. അഡൽട്ട് ആയി കഴിഞ്ഞാൽ, അതൊരു ബട്ടർഫ്ലൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്ലാന്റ്സിന്റെ നെക്ടർ, പ്ലാന്റ്സ് അല്ല ഫ്ലവേഴ്സിന്റെ നെക്ടർ ആണ് കുടിക്കുക, അതായത് തേനാണ് കഴിക്കുക. Grow plants like pagoda flower.
പക്കോട എന്ന് ഫ്ലവർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണകിരീടം അല്ലെ. പക്കോട എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ അത്ര ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് അല്ല, പക്ഷെ കൃഷ്ണകിരീടം എന്നുള്ളതൊക്കെ കേട്ടിട്ടുള്ള ഒരു നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പൂവാണ് കേട്ടോ അത് കൃഷ്ണകിരീടം പൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പക്കോട എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. പക്കോട ഫ്ലവർ, റാറ്റിൽ വീഡ്, മലയാളത്തിൽ കിലുക്കി എന്ന് പറയും. കറി ലീഫ് എന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പില, സിട്രസ് നാരങ്ങ നമ്മൾ സിട്രസ് എന്ന് പറയാ. അതുപോലെ ഒലിയാൻഡർ വെച്ചാൽ അരളിപ്പൂ എന്നൊക്കെ പറയില്ലേ, അതിലാണ് ഒലിയാൻഡർ എന്ന് പറയുന്നത്. ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. അപ്പൊ ഇത്തരം പൂക്കൾ നമ്മളിപ്പോ പറഞ്ഞ എന്താണ് പക്കോട ഫ്ലവർ, റാറ്റിൽ വീഡ്, കറി ലീഫ്, സിട്രസ്, ഈ ചെടികളിലാണ് ബട്ടർഫ്ലൈസ് കൂടുതലുമായിട്ട് അട്രാക്ട് ചെയ്യുന്നതും. അതുപോലെ കൂടുതലായിട്ടും ബട്ടർഫ്ലൈസ് വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നടാനാണ് പറയുന്നത്. അതായത് നമ്മുടെ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ എന്നിട്ട് ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. How many varieties of creatures are around us? Where do they live? അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ഡിഫറെന്റ് ക്രിയേച്ചേഴ്സിനെ കുറിച്ച്, ഡിഫറെന്റ് ആയിട്ടുള്ള ജീവികളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. ഈ ജീവികളെല്ലാം എവിടെയായിരിക്കും, അതായത് എവിടെയാണ് ഇതെല്ലാം താമസിക്കുന്നത്? Where do they live? എവിടെയായിരിക്കും താമസിക്കുന്നത്? ഫോറസ്റ്റിൽ ഉണ്ടാവാം, അതുപോലെ റിവറിലുണ്ട്, പോണ്ടിൽ ഉണ്ടാവും, പിന്നെയോ പാഡി ഫീൽഡില്, ഹിൽസ് കുന്നുകളില്, ട്രീസ് മരങ്ങളിലെല്ലാം ഉണ്ടാവാം. And what will happen if they become extinct? അതായത് അതിന്റെ താമസ സ്ഥലങ്ങളാണ് അല്ലെ, ഓരോ ക്രിയേച്ചേഴ്സിന് താമസ സ്ഥലമാണ് നമ്മളിപ്പോൾ എഴുതിയത്. അപ്പൊ ഈ താമസ സ്ഥലമൊന്നും ഇല്ലാണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക? The earth belong to everyone. അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വന്തമാണ് അല്ലെ. അതായത് ഈ ജീവികൾക്കൊന്നും മനുഷ്യന്മാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ് എർത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അല്ല. And what can we do to protect the surroundings where these creatures live? അപ്പൊ നമുക്ക് ഈ ജീവികൾ താമസിക്കുന്ന ആ ചുറ്റുപാട് അല്ലെങ്കിൽ ആ സറൗണ്ടിങ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? Do not throw waste ഇടാതിരിക്കാം. പിന്നെ അവോയ്ഡ് ഓവർ യൂസേജ് ഓഫ് പെസ്റ്റിസൈഡ്സ്. ഒരുപാട് നമ്മൾ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കും അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അവോയ്ഡ് ചെയ്യുക, കൺട്രോൾ ചെയ്യല്ല, അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ പ്രൊട്ടക്ട് ദ വാട്ടർ ബോഡീസ് ഫ്രം പൊല്യൂഷനിൽ നിന്നും വാട്ടർ ബോഡീസിനെ എന്ത് ചെയ്യാം? സംരക്ഷിക്കാം. നെക്സ്റ്റ് കൺട്രോൾ ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗം കൺട്രോൾ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ക്രിയേച്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. പിന്നെ നെക്സ്റ്റ് ഇവിടെ ചോദ്യം ഉണ്ടല്ലോ, ഈ താമസ സ്ഥലം, അതായത് ഈ ജീവികളുടെ താമസ സ്ഥലം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ക്രിയേച്ചേഴ്സ് ലോസ് ദിയർ ഹാബിറ്റ്, അവരുടെ ആവാസ സ്ഥലം ഇല്ലാണ്ടാവുന്നു. അതുപോലെ അത് മനുഷ്യരെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ഹ്യൂമൻസിനെയും ബാധിക്കില്ല, മനുഷ്യരെയും ബാധിക്കും. ഹ്യൂമൻ എക്സിസ്റ്റൻസ് വിൽ ബി ഇൻ ഡേഞ്ചർ. നമ്മുടെ നിലനിൽപ്പും മനുഷ്യരുടെ നിലനിൽപ്പിനെയും അതെന്തായി ബാധിക്കും? ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്, ഫുൾ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റസ് അസസ്. മിത്ര ഒബ്സർവ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് ആനിമൽസ് ലൈക്ക് കാറ്റ് ആൻഡ് ഗോട്ട് ആൻഡ് റോട്ട് ദം ഇൻ ദ ടേബിൾ. ആഡ് മോർ ഡീറ്റെയിൽസ് ഇൻ ദ ടേബിൾ. അപ്പം നമ്മുടെ മിത്ര നമ്മുടെ രണ്ട് ഡൊമസ്റ്റിക് ആനിമൽസ് കാറ്റിന്റെയും ഗോട്ടിന്റെയും ബോഡി ഫീച്ചേഴ്സും ഫുഡ് ഹാബിറ്റ്സും ഒബ്സർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് അത് അവിടെ ടേബിളിൽ എഴുതിയിരിക്കുന്നതാണ്. എഴുതിയിട്ടുണ്ട്, 2 പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ബാക്കി പോയിന്റ്സും കൂടെ എഴുതി ചേർക്കുക. അപ്പൊ കാറ്റും ഗോട്ട് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആനിമൽസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. കാറ്റിന്റെ ആദ്യത്തെ എഴുതിയിരിക്കുന്നത് ഈറ്റ്സ് മീറ്റ് ആണ് കഴിക്കുന്നത്. ഗോട്ടോ ഈറ്റ്സ് പ്ലാന്റ് പാർട്സ് മാത്രമാണ് കഴിക്കുക. കാറ്റിന് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. വിരലുകളിൽ എന്തുണ്ടാവും? വളരെ ഷാർപ്പായിട്ടുള്ള നെയിൽസ് ഉണ്ട്. നെയിൽസ് ഉണ്ട്, നഖങ്ങളുണ്ട്. ഗോട്ടിനോ ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. ഷാർപ്പായിട്ടുള്ള നെയിൽസ് ഗോട്ടിന് ഇല്ല. പിന്നെ കാറ്റിന് ഹാവ് ഷാർപ്പ് ടീത്ത്, വളരെ ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ്. അതായത് അതിന്റെ ടീത്ത് എങ്ങനെയായിരിക്കും? ഈ ഫ്ലഷ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ, ഇറച്ചിയൊക്കെ കഴിക്കാൻ, നമ്മുടെ മാംസമൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടീത്തുകളായിരിക്കും, പല്ലായിരിക്കും. ദോ ഹാസ് ഫ്ലാറ്റ് ടീത്ത് ആണ് ഗോട്ടിന്. പിന്നെ ഗീവ് ബർത്ത് ടു യങ് വൺസ്. കാറ്റ് അത് തന്നെയാണ് ഗോട്ടിന്. ഗീവ് ബർത്ത് ടു യങ് വൺ. ലോട്ട് ഓഫ് ഫർ ഓൺ ഇറ്റ്സ് ബോഡി. നിറയെ രോമങ്ങൾ ഉണ്ടാവും കാറ്റിന്. ആൻഡ് ബോഡി ഹാസ് സ്റ്റിക്കി സ്കിൻസ്. അത്ര ഒരുപാട് പല വെറൈറ്റി ഓഫ് ഗോട്ട് ഉണ്ട്. സാധാരണ കാണുന്ന ഗോട്ടിന് അത്രയും നമ്മുടെ കാറ്റിനൊക്കെ ഉള്ള പോലെ അത്രയും രോമങ്ങൾ ഉണ്ടാവില്ല. എന്നാലും രോമങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരുപാട് നമ്മുടെ കാറ്റിനെയൊക്കെ പോലെ ആയിരിക്കില്ല അതിന്റെ ശരീരത്തിൽ ഉണ്ടാവുക, ഗോട്ടിന്റെ. ഫൈൻഡ് ദ സീ ക്രിയേച്ചേഴ്സ് ഹിഡൻ ഇൻ ദ പിക്ചർ ഗിവൻ. റൈറ്റ് ദെയർ നെയിംസ്. ഇവിടെ കുറച്ച് സീ ക്രിയേച്ചേഴ്സ്, നമ്മൾ കുറച്ച് സീ ക്രിയേച്ചേഴ്സ് ഒക്കെ പഠിച്ചു. ഇത് അവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ എന്താണ് സീ ഹോഴ്സിന്റെ പിക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സീ ഹോഴ്സ് ഉണ്ട്, പിന്നെ പ്രൗൺ ഉണ്ട്, കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെയുള്ള കുറച്ച് സീ ക്രിയേച്ചേഴ്സിന്റെ ചിത്രം ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യുക? അത് ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കാറ്റഗറി ഡസ് ഡക്ക് ബിലോങ് ടു അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ്? If the duck has carnivorous like the eagle, what body features will it have? Draw and add them.
അപ്പോൾ in which category does the duck belong to according to its food habits അടിസ്ഥാനത്തിൽ ഏത് കാറ്റഗറിയിലും 3 കാറ്റഗറി പഠിച്ചില്ലേ ഹെർബിവോറസ് കാർണിവോറസ് ഒംനിവോറസ് ഏത് കാറ്റഗറിയിലാണ് ഡക്കിനെ പെടുത്താൻ പറ്റുക omnivorous അല്ലേ omnivorous ആണ് രണ്ടും കഴിക്കും അതായത് പ്ലാന്റ് പാർട്സും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മീറ്റ് പോലത്തതും കഴിക്കും അതുകൊണ്ട് omnivorous-ലാണ് നമ്മൾ ഡക്കിനെ ഉൾപ്പെടുത്തുന്നത് The duck has a carnivorous. Duck ഒരു carnivorous ആണ് like eagle പോലെ. What body features will it have? Draw and add them. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ചോദിച്ചത് the duck was a carnivorous like the eagle. ഇവിടെ ചോദ്യം നോക്കാം അതിന് മുമ്പ് ഇവിടെ എന്ത് ചെയ്യുക ഈ ഡക്ക് കംപ്ലീറ്റ് ചെയ്യുക പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഡക്കിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാ എഴുതി നോക്കാം ഡക്കിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ the beak is flat and strong, webbed toes ആണ്, oily feathers ആണ് അല്ലേ ഇനി ഇവിടെ എന്താ ചോദ്യം എന്താ If the duck was a carnivorous like the eagle, what body features will it have? അതായത് duck എന്ന് പറയുന്നത് ഈഗിളിനെ പോലെ ഒരു carnivorous ആണെങ്കിൽ എന്തൊക്കെ ബോഡി ഫീച്ചേഴ്സ് വേണം ഈഗിളിനെ പോലത്തെ നമ്മൾ ഈഗിളിന്റെ ബോഡി ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ ഈഗിളിനെ പോലെയാണെങ്കിൽ എന്ത് വേണം വളരെ ഷാർപ്പ് ആയിട്ടുള്ള എന്ത് വേണം വിഷൻ വേണം അല്ലേ ഷാർപ്പ് വിഷൻ വേണം പിന്നെ എന്ത് നമുക്ക് എഴുതാം ഷാർപ്പ് വിഷൻ വേണം വളരെ ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള പീക്ക് വേണം അതേപോലെ വളരെ സ്ട്രോങ് ലെഗ്സ് വേണം അല്ലെ സ്ട്രോങ് ലെഗ്സും വളരെ ഷാർപ്പ് ക്ലോസും വേണം അല്ലെ ഇതാണ് നമ്മുടെ ഡക്കിന് ആവശ്യം ഈഗിളെ പോലെ ആണെങ്കിൽ ആവശ്യമായിട്ടുള്ള ബോഡി ഫീച്ചേഴ്സ് നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാ ആർ ദ ബട്ടർഫ്ലൈസ് അറൌണ്ട് ആസ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് കളർ നമുക്ക് ചുറ്റുമുള്ള ബട്ടർഫ്ലൈസ് നമ്മൾ ഒബ്സർവ് ചെയ്തില്ലേ അതെല്ലാം ഒരേ സൈസും ഒരേ കളറും ആണോ നോ Observe the butterflies in your surroundings and find the similarities and differences, color pictures and create a butterfly album. ഒരു butterfly album ഉണ്ടാക്കാൻ പറയുന്നുണ്ട് അതിന് മുമ്പ് ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്താ ബട്ടർഫ്ലൈസിന്റെ പൂമ്പാറ്റകളുടെ സിമിലാരിറ്റീസും ഡിഫറൻസും ഒരേപോലെ തോന്നുന്ന എല്ലാ ബട്ടർഫ്ലൈസിനും ഉള്ള സിമിലാരിറ്റീസും അതുപോലെ ഡിഫറൻസസും എന്താണെന്നാണ് ചോദ്യം സിമിലാരിറ്റി എന്താ തിൻ സ്ട്രൈറ്റ് ആൻഡ് ലോങ് ആന്റിന വിത്ത് ക്ലബ് ലൈക്ക് ടിപ്സ് അല്ലെ തേൻ കുടിക്കുന്ന ഭാഗം അത് എല്ലാ ബട്ടർഫ്ലൈസിനുള്ള സിമിലാരിറ്റിയാണ് പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ പാറ്റേൺ ഓഫ് വിങ്സ് അതിന്റെ ചിറകിന്റെ ഡിസൈൻസ് പാറ്റേൺ കളർ സൈസ് ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ആണ് ഇനി എന്ത് ചെയ്യാം നമുക്കൊരു ബട്ടർഫ്ലൈ ആൽബം ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ബട്ടർഫ്ലൈസിന്റെ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ visit any one place like pond field forest or grassland near your school write the names of various creatures you identified prepare an observation note on any two of such creatures അപ്പോൾ എന്ത് ചെയ്യാനാ പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പോണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ് ഒബ്സർവ് ചെയ്തിട്ട് അവിടെയുള്ള ക്രിയേച്ചേഴ്സിന്റെ പേര് അവിടെ കാണുന്ന വേരിയസ് ക്രിയേച്ചേഴ്സിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത് എന്നിട്ട് ഒരു ഒബ്സർവേഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത് അത് ചെയ്ത് നോക്കേണ്ട ആക്ടിവിറ്റിയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായോ നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്